നമസ്കാരം. ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടുക്കം മലയാളികൾക്ക് ഇനിയും മാറിയിട്ടില്ല. പ്രവാസ ലോകത്തടക്കം വിഷയം സജീവ ചർച്ചാ വിഷയമായി നിൽക്കുകയാണ്. ഏറ്റുമാനൂർ സ്വദേശി ഷൈനിയുടെയും മക്കളായ അലീന, ഇവാന എന്നിവരാണ് അതിദാരുണമായി ആത്മഹത്യ ചെയ്തത്. ഈ സംഭവം സൈബർ ഇടത്തിലും ക്രാനായ സമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ ഭർത്താവ് നോബി ലൂക്കോസിനുള്ള പങ്കുപോലെ ഒരു കാത്തോലിക്ക വൈദികനും ബന്ധമുണ്ടെന്ന വിധത്തിൽ വാർത്തകളെത്തിയിരുന്നു. ഭർത്തൃവീട്ടിൽ വെച്ച് ഷൈനി അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയ്ക്ക് ഉത്തരവാദികൾ ഒരാൾ നോബിയുടെ സഹോദരനായ വൈദികൻ എന്നാണ് തുടക്കത്തിൽ വന്ന വാർത്തകൾ. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൈദിക വൃത്തി ചെയ്യുന്ന ഫാദർ നോബി ചിറയിലാണ് ഈ വിവാദ വ്യക്തിത്വം. ഏതാനും ദിവസങ്ങളായി വൈദികനെ ചുറ്റിപ്പറ്റി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതി പ്രവാഹമാണെന്നതാണ് പുറത്തുവരുന്ന വിവരം. 3 പേരുടെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ വൈദികന് പങ്കുണ്ടെന്നാരോപിച്ച ഓസ്ട്രേലിയയിലെ ഇടവകയിലേക്ക് ഇമെയിലുകൾ പ്രവഹിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ ബ്രോക്കൺ ബേ എന്ന ഇടവകയിലെ വികാരിയാണ് ഫാദർ ബോബി. ഭർത്തൃവീട്ടിൽ നിന്നും ഷൈനി നേരിട്ട പീഡനങ്ങളുടെ പ്രധാന വില്ലനെന്നാണ് ആരോപണം. ഭർത്താവ് ഷിപ്പിലെ ജീവനക്കാരനായിരുന്നു. നല്ലവണ്ണം മദ്യപിക്കുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹം. ഇയാൾ ഷൈനിയെ ഉപദ്രവിക്കുന്നതടക്കം പതിവായിരുന്നു. എന്നാൽ ഇത് തടയാൻ ശ്രമിക്കാതെ ഷൈനിയുടെ ഭാഗത്ത് കുറ്റങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഫാദർ നോബി എന്നാണ് അയൽവാസികൾ അടക്കം ആരോപിക്കുന്നത്. നിയമം അടക്കം പഠിച്ച ഫാദർ വീട്ടിലിടയ്ക്ക് വരുമായിരുന്നു. എന്നാൽ ഈ വീട്ടിലെ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായില്ല. ഷൈനി ജോലിക്കായി പല സ്ഥാപനങ്ങളിലും ജോലി തേടിയെങ്കിലും അതെല്ലാം ഈ വൈദികൻ ഇടപെട്ട് മുടക്കുകയായിരുന്നു. നിരന്തരം പ്രശ്നക്കാരിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് വൈദികൻ ജോലി മുടക്കിയത്. ഇത് നിരന്തരം ആവർത്തിച്ചിരുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് നീതിയല്ലെന്നും പലരും ആരോപിക്കുന്നു. അടുത്തൊരു പാലിയേറ്റീവ് സെന്ററിൽ ജോലിക്ക് പോയപ്പോൾ പോലും അതിനും ഉടക്കുവെച്ചത് ഫാദർ ജോസ് ആയിരുന്നു. വീട്ടിലെ ജോലിയെല്ലാം ചെയ്തിരുന്നതും ഷൈനിയായിരുന്നു. എന്നിട്ടും നന്ദിയില്ലാതെ പെരുമാറുകയായിരുന്നു ഈ കുടുംബം. വൈരാഗ്യ ബുദ്ധിയോടെയായിരുന്നു പെരുമാറ്റങ്ങൾ. അയൽക്കൂട്ടത്തിൽ നിന്നും വായ്പയെടുത്ത് ആ പണം ഷൈനി അടയ്ക്കേണ്ട അവസ്ഥ വന്നു. പോലീസിൽ കേസായപ്പോൾ ഇത് പരിഹരിക്കാൻ വൈദികൻ തയ്യാറായതുമില്ല. ഈ ലോൺ എടുപ്പിച്ചത് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുമ്പോഴാണ്. ഈ ലോണിന് പിന്നിലെ ബുദ്ധികേന്ദ്രവും ഫാദർ ബോബിയാണെന്ന ആരോപണമുണ്ട്. UK ജോലിക്ക് അവസരം ഒരുങ്ങിയിട്ടും അതിന് സാധിച്ചില്ല. ഫാദർ ബോബിയെക്കുറിച്ചുള്ള നാട്ടിലും പല കഥകൾ ഇപ്പോൾ പരക്കുന്നുണ്ട്. സെമിനാറിൽ പഠിക്കാൻ പോയി തിരിച്ചു വന്ന ആളാണ്. വിവാഹത്തിനായി പിന്നീട് പരസ്യം കൊടുത്തിരുന്നു. പിന്നീട് വീട്ടുകാർ ഇടപെട്ടാണ് സെമിനാറിൽ തിരികെ പോയതും പഠനം പൂർത്തിയാക്കിയതും. ഈ വിഷയം കത്തിക്കയറുമ്പോൾ വൈദികനെതിരെ ഓസ്ട്രേലിയയിലും പരാതികൾ പ്രവഹിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ അടക്കം വൈദികനെതിരെ തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ വൈദികനെതിരെ ക്നാനായ സമൂഹത്തിൽ ആക്ഷേപം ശക്തമാണ്. ഒറ്റയ്ക്ക് പെൺമക്കളെ പോറ്റാൻ കഴിയുന്നതിനെ ഓർത്ത ആദ്യ കൊണ്ടാണ് ഷൈനി മക്കൾക്കൊപ്പം ജീവനൊടുക്കിയത്. മികച്ചൊരു ജോലിക്കായി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം വെറുതെയാകുന്ന അവസ്ഥയുണ്ടായി. ജോലി ചെയ്യാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ സാധിക്കാതെ കുടുംബത്തെ നോക്കേണ്ടി വന്നതോടെ കരിയർ ഗ്യാപ്പ് വന്നു. അതിനെല്ലാം മുടക്കുവെച്ച വൈദികനാണെന്ന ആക്ഷേപവും ശക്തമാണ്. അവശ്യഘട്ടത്തിൽ ജോലിക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വന്ന ഷൈനി മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടായി. ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവളായിട്ടും ഷൈനി കുടുംബവഴക്കിന്റെ പേരിൽ വീട്ടിൽ അന്യയായി. ഭർത്താവിൽ നിന്നും വിവാഹമോചനത്തിന്റെ വഴിയിലായപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പരിശ്രമിച്ചു. എന്നാൽ BSc നഴ്സിംഗ് ബിരുദമുണ്ടായിട്ടും 12 വർഷത്തെ കരിയർ ബ്രേക്കിന്റെ പേരിൽ അവർക്ക് പല ആശുപത്രികളും ജോലി നിഷേധിച്ചു. ഇതോടെയാണ് ആത്മഹത്യ വഴിയിലേക്ക് ഷൈനിയും കുട്ടികളും നീങ്ങിയത്.